Dear students, welcome to Abu Maths class. Identities അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതുവരെ പഠിച്ച ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില പാറ്റേൺസ്, പെർഫെക്റ്റ് സ്ക്വയർസ് വരുന്ന ചില പാറ്റേൺസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇതിൽ ഒരു പാറ്റേൺ ഇവിടെ എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ തുടർന്ന് വരുന്ന കുറച്ച് ലൈൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സോ 1 into 3 is equal to 3 and that is equal to 2 square minus 1. 2 into 4 is equal to 8 and that is equal to 3 square minus 1. 3 into 5 is equal to 15, that is equal to 4 square minus 1. അപ്പോൾ ഇവിടെ നോക്കുക, 1ന് ശേഷം 2 വരുന്നില്ല, 3 ആണ് വരുന്നത്. ഇവിടെ 2ന് ശേഷം 3 വരുന്നില്ല, 4 വരുന്നു. 3ന് ശേഷം 3ക്ക് ശേഷം 4 ഇല്ല, 5 വരുന്നു. അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ 2, 3, 4 എന്നിവയാണ്. അതിൻ്റെ സ്ക്വയേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 into 3 3 ആണ്. 2 സ്ക്വയർ 4 മൈനസ് 1. 2 സ്ക്വയർ 4 മൈനസ് 1 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, 2 into 4 8 ആണ്. 3 സ്ക്വയർ മൈനസ് 1ഉം 8 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. 1, 2, 3. അതിൽ ഫസ്റ്റും തേർഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സെക്കൻഡിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്നതും രണ്ടും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത കുറച്ച് ലൈൻസ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 3 into 5ന് ശേഷം 4 into 6 is equal to 24 and that's equal to missing number is what? 5. So 5 square minus 1. അടുത്തത് 5 into 7 35. Missing number 6. So 6 square minus 1. അടുത്തത് 6 into 8 48. ഇവിടെ missing number 7. So 7 square minus 1. 49 minus 1 is equal to 48. ഇതേപോലെ നമുക്ക് ഇങ്ങനെ എഴുതി പോകാവുന്നതാണ്. ഇതേപോലെ വേറൊരു നമ്പർ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ 10 into 12 and that's equal to what? 120. ഇതിനിടയിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ 11. 11 സ്ക്വയർ മൈനസ് 1. 11 സ്ക്വയർ ഈസ് 121. നമുക്കറിയാം 121 മൈനസ് 1 ഈസ് ഈക്വൽ ടു 120. ഇതേപോലെ ഏതും നമുക്ക് എഴുതാൻ പറ്റുന്നു. ഓക്കെ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഇപ്പോൾ 102 into 104. ഇതിന് കുറേ ചോയ്സസ് തന്നിരിക്കുന്നു വിചാരിക്കുക. ആ ചോയ്സിൽ ഒരു നമ്പർ എന്താവാം? ഇതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുള്ള നമ്പർ ഏതാണ്? 103 ആണ്. അപ്പോൾ 103 സ്ക്വയർ മൈനസ് 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് അതിനിടയിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയറിനേക്കാൾ 1 കുറവായിരിക്കുമോ എന്നാണ് ചോദ്യം. അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലായി. അപ്പോൾ അത് ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തതിനെ നമുക്ക് എക്സ് എന്നും അടുത്തതിനെ x+1 എന്നും അടുത്തതിനെ x+2 എന്നും എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചനുസരിച്ച് ഒന്നാമത്തതും മൂന്നാമത്തതും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും രണ്ടാമത്തതിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്നതും രണ്ടും സെയിം ആണെന്നാണ്. അപ്പോൾ അത് ശരിയാകുമോ എന്നുള്ളത് ഇത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് എക്സ്, മൂന്നാമത്തത് x+2. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x into x, x സ്ക്വയർ, x into 2, 2x എന്ന് കിട്ടി. ഇനി ഇതെന്തിന് തുല്യമാണെന്നാണ് കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ പഠിച്ചത്. മിഡിൽ 1ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ മിഡിൽ 1 x+1, x+1ൻ്റെ സ്ക്വയർ മൈനസ് 1 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ x+1 ഹോൾ സ്ക്വയർ എങ്ങനെ കാണുന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതെന്താണ്? x സ്ക്വയർ പ്ലസ് 2x+1 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 1 മൈനസ് 1. അപ്പോൾ 1 മൈനസ് 1 0 ആയി. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? x സ്ക്വയർ പ്ലസ് 2x. അപ്പോൾ ഇവിടെ x സ്ക്വയർ പ്ലസ് 2x കിട്ടി, ഇവിടെയും x സ്ക്വയർ പ്ലസ് 2x കിട്ടി. രണ്ടും സെയിം ആണ്. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റും
അതിനിടയിൽ മിസ്സായിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറും ബോത്ത് വിൽ ബി സെയിം എന്ന് വളരെ വ്യക്തമാണ്. ഈ ആൾജിബ്രായിക് മെത്തേഡിലൂടെ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അടുത്തതായി ഒരു പാറ്റേൺ തന്നിരിക്കുന്നു. 3 is equal to 2 square minus 1 square, 5 is equal to 3 square minus 2 square and 7 is equal to 4 square minus 3 square. ഇവിടെ 3, 5, 7 എന്നൊക്കെ പറയുന്നത് എല്ലാം ഓഡ് നമ്പേഴ്സാണ്. ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസാണ്. 2ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ 2ഉം 3ഉം കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്. 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ തന്നെ ഇവിടെയും രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്നിനേക്കാൾ വലിയ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും ക്യാൻ ബി റൈറ്റ് ആസ് ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാത്തിനെയും അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൾജിബ്രായിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ UP ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഓഡ് നമ്പേഴ്സിനെയും ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിനെയും സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 2x + 1 ഉപയോഗിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് എങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സാണ്? ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 അങ്ങനെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2x + 1 കൊണ്ട് സൂചിപ്പിക്കാം. ഇവിടെ എക്സിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്നു. 1, 2, 3 എക്സെട്ര കൊടുത്താൽ ഇവിടെ 2 × 1 2 + 1 3. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓഡ് നമ്പർ കിട്ടി. ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ആദ്യത്തെ ഓഡ് നമ്പർ കിട്ടി. 2 കൊടുത്താൽ 2 × 2 4, 4 + 1 5. ഓക്കെ, 3 കൊടുത്താൽ 2 × 3 6, 6 + 1 7. ഇങ്ങനെ എല്ലാ ഓഡ് നമ്പേഴ്സും 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2x + 1 കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ഓഡ് നമ്പേഴ്സിനെല്ലാം ക്യാൻ ബി എക്സ്പ്രസ് ആസ് ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ച ഒരു കാര്യം ഓർമ്മിക്കാം. എന്താണ്? x + 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? x² + 2x + 1 ആണ്. അപ്പോൾ അതിലെ 2x + 1 എന്ന് പറയുന്നത് അവിടെ വെച്ച് ബാക്കി x² നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. x + 1 ഹോൾ സ്ക്വയർ, x² ഇങ്ങോട്ട് വന്നാൽ -x², ദാറ്റ്സ് ഈക്വൽ ടു 2x + 1. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 2x + 1ഉം ലെഫ്റ്റ് സൈഡിൽ x + 1 ഹോൾ സ്ക്വയർ -x² ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ടോട്ടലായിട്ട് ലെഫ്റ്റിലും ലെഫ്റ്റ് സൈഡ് ടോട്ടലായിട്ട് റൈറ്റിലും എഴുതിയാൽ അതിൻ്റെ ടേംസിൻ്റെ ഒന്നും സയൻസിലൊന്നും മാറ്റം വരില്ല. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 2x + 1 = x + 1 ഹോൾ സ്ക്വയർ -x² എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയാൽ x ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ x + 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് വലിയ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് കാണാം? ആസ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്ത ഇതേ 1, 2, 3 എക്സ്ട്രാ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാൻ വിചാരിക്കും. അങ്ങനെ കൊടുത്താൽ ഇവിടെ 2 × 1 2, 2 + 1 3 എന്ന് കിട്ടി. ഇവിടെ 1 + 1 2, 2ൻ്റെ സ്ക്വയർ, ഇവിടെ 1ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇത് കിട്ടി. ഇനി നമ്മൾ എക്സിന് 2 കൊടുത്തു വിചാരിക്കുക. എക്സിന് 2 കൊടുത്താൽ 2 × 2 4, 4 + 1 5. ഇവിടെ 2 + 1 3, 3 സ്ക്വയർ -2 സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അല്ലെങ്കിൽ ഈ പാറ്റേണിൽ രണ്ടാമത്തെ ലൈനിലുള്ളത് എന്താണോ അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് നമ്മൾ x = 3 എന്ന് കൊടുത്താൽ നമുക്ക് ഏത് കിട്ടും? 7 = 4² - 3² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആൾജിബ്രായിക് ഫോമിൽ നിന്ന്, അതായത് 2x + 1 = x + 1 ഹോൾ സ്ക്വയർ -x² എന്നുള്ള ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? ആസ് ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്.
ഇനി ഓഡ് നമ്പേഴ്സിനുള്ള ചില പ്രത്യേകതകൾ കൂടി, ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതിലൊന്ന്, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഈസ് 1. മറ്റൊന്ന്, ഇഫ് ഡിവൈഡഡ് ബൈ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലും റിമൈൻഡർ ഈസ് 1. ഇങ്ങനെ രണ്ട് പ്രത്യേകതകളുണ്ട്. ആ രണ്ട് പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഇവിടെ 2x + 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x² + 4x + 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതായത് ഈ രണ്ട് ടേംസും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് 4 × x² + 4 + x എന്ന് എഴുതാം, +1. 4 × x² + 4 × x. So 4 × x² + x. അപ്പോൾ this is a multiple of 4 +1. Okay, so multiple of 4 +1. മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്താവും? 1 ആയി മാറുന്നതാണ്. ഫോർ എക്സാമ്പിൾ 3ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഈ 9നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 4s are 8 and 1 is remainder. Okay, next 5² is equal to 25. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ will get 24 and 1 is remainder. അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 7. 7ൻ്റെ സ്ക്വയർ 49. ഓക്കെ, 7² is equal to 49 and 49 divided by 4 is equal to 2 4s 8 and 1 is remainder. ഓക്കെ, അപ്പോൾ ഏതൊരു ഓഡ് നമ്പറിൻ്റെയും സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ്, ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഈസ് 1. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. 2x + 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x² + 4x + 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ 4x ഉണ്ട്, ഇവിടെയും 4x ഉണ്ട്. അപ്പോൾ 4x ഈസ് എ കോമൺ ഫാക്ടർ. ഈ 4xനെ നമുക്ക് 4x × 1 എന്ന് എഴുതാം. അപ്പോൾ രണ്ടിൽ നിന്നും 4x നമ്മൾ കോമൺ ഫാക്ടറാക്കി എടുത്താൽ പിന്നെ ഇവിടെ ഉണ്ടാവുന്നത് x ആണ്. അപ്പോൾ 4x × x is equal to 4x². ഓക്കെ, പ്ലസ് ഇവിടെ 1 ഉണ്ടാവുക, 4x × 1 ദാറ്റ്സ് ഈക്വൽ ടു 4x. അപ്പോൾ ഇത്രയും ഭാഗം, അതായത് ഇത്രയും ഭാഗം 4x × x + 1 എന്ന് എഴുതാം, +1 വേറെയും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ x + 1 ഇതിന് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? അത് രണ്ടും അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. x 1 ആണെങ്കിൽ x + 1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, നമ്മൾ ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 2 3 etc. അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ x 1 ആണെങ്കിൽ x + 1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് സപ്പോസ് x is equal to 1, അപ്പോൾ ഇതെന്തായി മാറും? 4 × 1 × 2 എന്നായി മാറും, +1. x is equal to 2 ആണെങ്കിലോ 4 × 2, 2 + 1 3 +1. x is equal to 3 ആണെങ്കിൽ 4 × ഇത് 3 + 1 4 +1. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത നോക്കുക. അതായത് 4x × x + 1 എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? 4 × 8 2, 4 × 2 8, 8 × 1 എന്ന് വരും, 8 × 1. ഇവിടെ 4 × 2 8, 8 × 3. ഇവിടെ 4 × 4 16 അല്ലേ? ഈ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതിയാൽ അതിലെ ഒരു 2 കൊണ്ട് ഈ 4നെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 8 × 3 × 2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? 8 × 8 × 8 × എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ ഒന്ന് ഓടാവുമ്പോൾ മറ്റത് ഇവനാണ്, ഒന്ന് ഇവനാവുമ്പോൾ മറ്റത് ഓടാണ്. അതായത് ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് എപ്പോഴും ഇവൻ നമ്പർ ആയിരിക്കും. ഇവൻ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് 2 × എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. അതിലെ ആ 2ഉം ഈ 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, ഇവിടെ 4 × 4 16, 16നെ നമുക്ക് 8 × 2 എന്ന് എഴുതാം. അപ്പോൾ 8 × 2 പിന്നെ ഒരു 3 വേറെ ഉണ്ടാവും. അപ്പോൾ 8 × 2 × 3 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ 8 വന്നു. ഇവിടെ 4 × 2 8 വന്നു. ഇവിടെ ഈ 4ഉം ഈ 2ഉം കൂടെ എത്രയായി? 8 വന്നു. അപ്പോൾ ഈ ഭാഗം
എപ്പോഴും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കും, +1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് റിമൈൻഡർ ഈസ് 1. ഇഫ് എക്സ് ഈസ് ഓഡ്, x plus 1 is even. Okay, if x is even, then x plus 1 is odd. That is, x into x plus 1 is multiple of 2. Therefore, 4x into x plus 1 is multiple of 2 into 4. അപ്പോൾ എത്ര? multiple of 8. multiple of 8. അതിൻ്റെ കൂടെ ഒരു +1 കൂടെ വരുന്നു. ഓക്കെ, സോ ഏതൊരു ഓഡ് നമ്പറിൻ്റെയും സ്ക്വയറിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് റിമൈൻഡർ 1. പേജ് 84-ലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1.5, 2.5, 3.5 എക്സെട്ര ഇത്തരത്തിലുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് കാണാൻ ഏതെങ്കിലും ജനറൽ മെത്തേഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 1.5 സ്ക്വയർ എന്നതിനെ 1 + ½ ഹോൾ സ്ക്വയർ എന്നെഴുതാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചതനുസരിച്ച് 1 square plus 2 into 1 into half, 2 into 1 into half plus half square എന്നെഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1. ഈ 2 ഇൻറ്റു കട്ട് ചെയ്തു, പിന്നെ അവിടെ കിട്ടുന്നത് 1 ആണ്. 1/2ൻ്റെ സ്ക്വയർ 1/4 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 2, 2 1/4 എന്ന് കിട്ടും. ഇനി 2.5 നോക്കുക. 2.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 + ½ whole square, that's equal to 2 square plus 2 into 2 into half, 2 into 2 into half plus half square, and this is equal to 4 plus ഈ 2 കട്ട് ചെയ്തു, പിന്നെ അവിടെ കിട്ടുന്നത് 2 ആണ്. പിന്നെ ഹാഫിൻ്റെ സ്ക്വയർ 1/4, that's equal to 6 1/4. അപ്പോൾ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് കാണുന്ന സമയത്ത് എല്ലാം അവസാനിക്കുന്നത് 1/4-ലാണ്. ഓക്കെ, പിന്നെ ഇവിടെ 1 ആയിരുന്നപ്പോൾ ഇവിടെ 2 കിട്ടി, ഇവിടെ 2 ആയിരുന്നപ്പോൾ ഇവിടെ 6 കിട്ടി. അപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ആ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആൾജിബ്രായിക് ഫോമിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ എല്ലാത്തിലും +½ ഉണ്ട്. ആദ്യത്തെ നമ്പർ 1 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു. അടുത്തത് 3.5 ആകുമ്പോൾ 3 വരും. അപ്പോൾ ആദ്യത്തിൽ മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ. +½ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ജനറൽ ഫോമിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം: x + ½ ഹോൾ സ്ക്വയർ എന്നെഴുതാം. x + ½ ഹോൾ സ്ക്വയറിനെ ഇപ്പം ചെയ്തതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x² + 2 × x × ½ + ½ square. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു x² പ്ലസ് ഈ 2 × 2 കട്ട് ചെയ്തു, പിന്നെ അവിടെ ബാക്കി വരുന്നത് x ആണ്. 1/2ൻ്റെ സ്ക്വയർ 1/4. ഇനി ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് x ഉണ്ട്. ആ x നമ്മൾ പുറത്തെടുത്താൽ അല്ലെങ്കിൽ കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ പിന്നെ ഇവിടെ ബാക്കി വരുന്നത് x ആയിരിക്കും, ഇവിടെ ബാക്കി വരുന്നത് 1 ആയിരിക്കും. കാരണം ഈ എക്സിനെ നമുക്ക് x × 1 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നിന്ന് x പോയാൽ പിന്നെ അവിടെ 1 ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ 1 വരുന്നത്. ഈ x² x × x എന്ന് എഴുതാം. അപ്പോൾ x നമ്മൾ കോമൺ ഫാക്ടറാക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം വരുന്നത് x ആയിരിക്കും. അപ്പോൾ x × x + 1 എന്ന് കിട്ടി, പ്ലസ് 1/4. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കുക. ഇവിടെ x ആവുമ്പോൾ x × x + 1, x + 1 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ആദ്യം വരുന്ന നമ്പർ ഏതാണോ അതിനെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ കൂടെ 1/4 കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇതേപോലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് കിട്ടും. ഓക്കെ, ഇവിടെ 1 വരുന്നു. 1 വരുമ്പോൾ 1 + 1 2. അപ്പോൾ 1 × 2, 1 × 2 എത്രയാണ്? 2 ആണ്. 2 + 1/4, 2 1/4. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ഇതെന്തായി മാറും? 1 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 1/4. 1 ഇൻറ്റു 1 പ്ലസ് 1 2. 2 1/4. ഇനി രണ്ടാമത്തിൽ എന്ത് വരുന്നു? 2 വരുന്നു. അപ്പോൾ എക്സിന് സ്ഥാനത്ത് 2 എന്ന് എടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നെടുത്താൽ ഇവിടെ 2 ഇൻറ്റു 2 പ്ലസ് 1. ഓക്കെ, 2 പ്ലസ് 1 പ്ലസ് 1/4. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 3. ഓക്കെ, 2 ഇൻറ്റു 3 6 പ്ലസ് 1/4. അതാണത് 6 1/4 എന്ന് കിട്ടിയത്. 6 1/4. അപ്പോൾ എന്താണ് ഈസി മെത്തേഡ് അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് ചോദിച്ചാൽ, ഇവിടെ 1 വരുമ്പോൾ അതിനെ നെക്സ്റ്റ് കൗണ്ടിങ് നമ്പർ നാച്ചുറൽ നമ്പറായ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1 ഇൻറ്റു 2 2. അതിനുശേഷം ഒരു 1/4 എഴുതുക. 2 വരുമ്പോൾ 2 ഇൻറ്റു 3 6 എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1/4 കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ സ്ക്വയറായി. ഓക്കെ, 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് എഴുതാം. ഇപ്പോൾ 4 1/2 സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 20. അപ്പോൾ 20 ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 21/4 ആയിരിക്കും. ഓക്കെ, വേറൊന്ന് 6 1/2 ഇതിൻ്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ 6 ഇൻറ്റു 7 42 എന്ന് കിട്ടും. ആ 42 ഇവിടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 കൂടെ എഴുതിയാൽ 6 1/2 സ്ക്വയർ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഹാഫിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയേഴ്സ് കാണാനുള്ള ഒരു ജനറൽ ഫോമാണ് ഇത്. ഈസി മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ സ്ക്വയേഴ്സ് കണ്ടെത്താൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സി യു നെക്സ്റ്റ് ഡേ.